നമസ്കാരം, വിരാടം രുചിക്കളത്തിലേക്ക് സ്വാഗതം. ഓണമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഒരു ക്ഷീണവും ചെകടിപ്പും ഇതുമൊക്കെ ആയി ആകെ ആലസ്യത്തിലാണ് നമ്മൾ. നാലാമത്തെ ഓണം കഴിഞ്ഞു അല്ലേ പങ്കാളി? അതെ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത്? നമുക്ക് സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് പോലെയുള്ളൊരു പരിപാടി ചെയ്തോളേ അല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ അതെ അതെ. ഞാൻ വിനോദാണ്. ഞങ്ങൾ കൂടെ പങ്കാളി രാധികയും. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഓണം കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതായത് സിമ്പിളായിട്ടൊരു കഞ്ഞി ഉണ്ടാക്കി നമ്മുടെ ആ ചെകടിപ്പൊക്കെ ഒന്ന് മാറ്റുക. അപ്പോൾ നമ്മൾ തുടങ്ങുമല്ലേ പങ്കാളി? നമ്മൾ ചെയ്യുന്ന സാധനം ഷെയർ ചെയ്യാം. അത് തന്നെ ഞങ്ങൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചെകടി മാറും, പുതിയ ഭക്ഷണങ്ങൾ വീണ്ടും നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിപ്പറേഷനിലേക്ക് തുടങ്ങുകയാണ്. നേരെ പ്രിപ്പറേഷൻ തുടങ്ങിക്കളയാം അല്ലേ പങ്കാളി? ഓക്കെ. എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഒരു കഞ്ഞിക്കുള്ള സാധനമാണ്. കഞ്ഞി, ഒരു പയറ് തോരൻ, ഒരു ചുട്ടരച്ച തേങ്ങ ചമ്മന്തി, പിന്നെ ഒരു ഏത്തക്ക, ഒരു ചെറിയ മെഴുക്കുവരട്ടി, പിന്നെ നമ്മുടെ മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കപ്പ കറിയും. ഓക്കെ. പിന്നെ നമ്മുടെ ഓണത്തിന് മിച്ചം വന്നൊരു സാധനം ഉണ്ട് കേട്ടോ, നമുക്ക് അത് കൂട്ടാം. ഉഗ്ര സാധനം, നാരങ്ങാച്ചാർ. അപ്പോൾ തുടങ്ങാല്ലേ? അപ്പോൾ ആദ്യം കഞ്ഞി തുടങ്ങാം അല്ലേ? കഞ്ഞി തുടങ്ങാം. 1.5 കപ്പ് അരി നമുക്കൊന്ന് കഴുകിയെടുക്കാം. 1.5 കപ്പ് അരി, 5 കപ്പ് വെള്ളം, 5 വിസില്. നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് നല്ല സൂപ്പർ കഞ്ഞി ഉണ്ടാക്കാൻ പോവാണേ. മട്ടേരി അല്ലേ? മട്ടേരി. 5 വിസില് അതവിടെ ഇരിക്കട്ടെ. 5 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം, അത് അവിടെ ഇരുന്നാവട്ടെ. ഇനി അടുത്തത് നമുക്ക് ചെറുപയർ തോരൻ വെക്കാം. ചെറുപയർ നമ്മൾ 1 കപ്പ് എടുത്ത് വെച്ചിട്ട് അത് ഞാൻ കഴുകാൻ പോവാണേ. കഴുകിയിട്ട് കപ്പ കറി വെക്കാനും കായ മെഴുക്കുവരട്ടിക്കുള്ള സാധനം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം സൈമൾട്ടേനിയസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 1 കപ്പ് ചെറുപയർ, 2.5 കപ്പ് വെള്ളം. ഇനി നമുക്കൊരു ഉപ്പ് പിന്നെ ചേർക്കാം. 3 വിസിൽ വരെ അതിവിടെ ഇരിക്കട്ടെ. ഓക്കെ. പിന്നെ 3 വിസിൽ വരെ അവിടെ ഇരിക്കട്ടെ. മുളക് ചുട്ടെടുക്കുന്ന അതിസാഹസികമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടേക്കുവാണ്. ചുട്ടരച്ച് ചമ്മന്തി കേട്ടിട്ട് തുമ്മരുത്, കരിഞ്ഞു പോകരുത്. ഇതാ കഴിഞ്ഞു പരിപാടി. ആ 3 വിസിലായിട്ടുണ്ട്. ഇനി അതും ഈ മാറ്റി വെക്കാം. ചോറിന്റെ കൂടെ ഇവിടെ ഇരിക്കട്ടെ. സമയം കഴിഞ്ഞ് നമുക്ക് തുറക്കാം. ഇപ്പം ചമ്മന്തി ഉണ്ടാക്കുമല്ലേ? അതിന് കറിവേപ്പില എടുക്കുവാണ്. ഇനി നമുക്കിനി ചുട്ടരച്ച് ചമ്മന്തി അയക്കാം അല്ലേ? 1 കപ്പ് തേങ്ങ അല്ലേ? 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ, 6 മുളക് ചുട്ടത്. അത് തന്നെ സാഹസികമായി ചുട്ടെടുത്ത 6 മുളക്, 6 ചെറിയുള്ളി, കറിവേപ്പില ഞാനൊരു ചെറിയ എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു ചെറിയ 2 തണ്ടുണ്ടായിരുന്നു. പുളി, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി. ഉപ്പ് ആവശ്യത്തിന്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുറച്ചിട്ട് ആണ് നോക്കാം. പിന്നെ നമുക്ക് അല്ലേ? ഓക്കെ. അരച്ചിട്ട് ഇപ്പം വരാം. മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ടേ. ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പങ്കാളിയോടെ ചമ്മന്തി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള പണിയിലാണ്. എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. 1 തണ്ട് കറിവേപ്പില ആദ്യം ഇടാം കേട്ടോ. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭംഗിക്ക് അല്ലെങ്കിൽ നമ്മൾ സവോള അരിഞ്ഞ് വെച്ച ഒരു 1/2 സവോളയുള്ളൂ കേട്ടോ. ഞങ്ങൾ 4 പേർക്കായതുകൊണ്ട് വളരെ ചെറിയ സംവിധാനമാണ്. സവോളയൊന്ന് വാടിയിട്ട് നമുക്ക് കായ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കായ്ക്കകത്തേ മഞ്ഞളൊക്കെ ഇട്ട് വെച്ചേക്കുന്നതാണേ. അപ്പോൾ കായ ഇട്ട് കൊടുക്കുക. ഇനി അതൊരു ഇത്തിരി നേരം ചെറിയ ടെമ്പറേച്ചറിലൊന്ന് കണ്ടോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കണ്ടിട്ട് തന്നെ കൊതിയാവണം. നല്ല വെള്ളമില്ലാതെ നല്ല അരച്ചെടുത്തതാണേ. അവിടെ ഇരിക്കട്ടെ. അരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട്.
ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ലേശം ഉപ്പിട്ട് കൊടുക്കുകയാണേ. 1/4 ടീസ്പൂണാണ്. 1/4 ടീസ്പൂൺ മതി. നമുക്ക് 1/4 ടീസ്പൂൺ മതിയാവും. ഒരു ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മെഴുക്ക് വരട്ടിയാണല്ലോ, നല്ല തിളങ്ങിയിരിക്കട്ടെ. കുറച്ച് നേരം കൂടെ അടഞ്ഞിരിക്കട്ടെ, അപ്പോഴത്തേക്ക് ഇതാവും. നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏതാണെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം, ഓഫ് ചെയ്യാം. നല്ല മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട് അല്ലേ? അതെ അതെ. എണ്ണയിലൊക്കെ കുളിച്ചിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഓഫ് ചെയ്തേക്കാം. മെഴുക്ക് വരട്ടി റെഡി. മെഴുക്ക് വരട്ടി റെഡി. ഇനി നമുക്ക് മോരുകറി ഉണ്ടാക്കാനുണ്ട്, കപ്പ ഉണ്ടാക്കാനുണ്ട് അല്ലേ? ഓക്കെ. ചെറുപയർ ആയി കാണില്ലേ അപ്പോൾ? നമുക്ക് ആദ്യം എന്നാലും മോരുകറി ഉണ്ടാക്കാം. നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ പോവാണേ. അതിനുള്ള മോര് തയ്യാറാക്കണം. മോര് തയ്യാറാക്കാൻ വേണ്ടി തൈര് എടുത്ത് 1 കപ്പ് തൈര്. ഞാൻ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ ഇപ്പൊ നമുക്കൊരു കുറച്ച് ഉപ്പ് ചേർക്കാം ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട്. പിന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചിട്ട് വരാം. തൈരിനെ മോരാക്കാൻ പോകുന്നു. അതെ, നമ്മളൊരു മോര് കറിയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഇച്ചിരി നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചേക്കാം അല്ലേ? 1.5 ടേബിൾ സ്പൂൺ കാണും. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് എണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കടുകിട്ട് പൊട്ടിച്ച് നമ്മുടെ വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക് അല്ലേ? കറിവേപ്പില, ഒരു 2 കറിവേപ്പില. ഇനി കടുക് ഒന്ന് പൊട്ടട്ടെ അല്ലേ? കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ അറ്റം പിളർന്ന ഒരു 4 പച്ചമുളക്, പിന്നെ ഇഞ്ചി ഒരു 1/2 ഇഞ്ച് അല്ല 1 ഇഞ്ച് 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ഇതേ കുരുകുരാന്നരിഞ്ഞത്. അതും കൂടെ ഒന്ന് മൂത്ത്. പച്ചമുളകൊക്കെ ഒന്ന് വാടട്ടെ. അത് കഴിയുമ്പോൾ നമുക്കിവിടെ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവയും 1 നുള്ളു ജീരകവും ഉണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകവും അതിട്ട് വേണം നമുക്ക് ഇത് കാച്ചാൻ. അതെ, മുളക് പയ്യെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഉലുവ 1 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ 1/4 ടീസ്പൂൺ ജീരകം. ഒന്ന് ഈ വേണമെങ്കിൽ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഉലുവ അവസാനം ഇട്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആദ്യം ഇട്ട് ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകും. അപ്പോൾ ഉലുവയ്ക്ക് അധികം സമയം വേണ്ട. അതെ, ഇപ്പം തന്നെ അത് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന ഇതേ തൈര് മോരാക്കി വെച്ചത് ഇനി നമ്മൾ ഈ ഫ്ലെയിം കുറച്ച് വേണം കേട്ടോ ഒഴിക്കാൻ. തിളപ്പിക്കില്ല. ഫ്ലെയിം ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നല്ല ഇത്രയും മതിയെങ്കിൽ ഈ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്താൽ മതി. ഇത് ആവശ്യത്തിനുണ്ടെന്ന് തോന്നുന്നു. ഇത് മതി, കാരണം നമ്മൾ കഞ്ഞിയുടെ കൂടെ കഴിക്കുന്നതല്ല. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം കേട്ടോ ആഡ് ചെയ്തേ മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ. 1/2 ലിറ്റർ തൈര്. ഇനി തിളപ്പിക്കില്ല കേട്ടോ, നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയുള്ളേ. നമ്മൾ ആദ്യം ഉപ്പിനകത്ത് ഇട്ടായിരുന്നു 1 ടീസ്പൂണേ. നമുക്കിനി നോക്കാം ഉപ്പുണ്ടോ എന്ന്. ഉപ്പ് കുറവുണ്ട്, കാരണം ഈ മോരിന് ഇച്ചിരി പുളിയുണ്ട്. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ കൂടെ വേണ്ടി വരും കേട്ടോ. 1/2 ടീസ്പൂൺ കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഈ മോരിൻ്റെ പുളി അനുസരിച്ചേ നമ്മളിത് മാറ്റം വരും. അപ്പോൾ കൃത്യമാണോ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ പയ്യെ ഒന്ന് കുറുക്കി കൊടുക്കുക, കാരണം തിളയ്ക്കാൻ അനുവദിക്കണ്ട. ഏതാണ്ട് നമ്മുടെ ഈ മോരുകറി സിമ്പിളായിട്ടുള്ള മോരുകറി അല്ലേ, അത് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ തേങ്ങയൊന്നും ഇല്ല. മോര് കാച്ചി എന്ന് പറയും. അത് തന്നെ എളുപ്പത്തിൽ ചെയ്യുന്നതാണേ, പെട്ടെന്ന്.
ഈ തിളയ്ക്കണ്ട, പതുക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ രാവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യണേ. ഇനി നമുക്ക് കപ്പ ചെയ്യണം. കപ്പ ഇത് ഓഫ് ചെയ്യാൻ പോണേ. ഇനി അടുത്തത് കപ്പക്കറി. കപ്പക്കറി ഒഴിച്ചോ. നമ്മുടെ മോര് കറി നല്ല കളറ്. ഇത് മഞ്ഞള് ഈ തൈരിനകത്തിട്ട് അടിച്ചെടുത്തേ. മോര് കറി റെഡി. ഇനി നമുക്ക് കപ്പക്കറി. ഓക്കെ. പയർ എന്തായി നോക്കാം. ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ഇതിനകത്ത് നമ്മൾ തേങ്ങ ചെറിയ ഇടുന്ന പരിപാടി മാത്രമല്ലേ? തേങ്ങ തിരുവിട്ട ചെറുപയറാണ് കഞ്ഞിക്ക്. ഓക്കെ. ഇനി തേങ്ങയൊക്കെ ചെറിയ ഇട്ടിട്ട് നമുക്ക് കപ്പ ചെയ്യാം. അല്ലെങ്കിൽ പയർ വീണ്ടും ഇരുന്ന് വെന്ത് പോയാലേ. അപ്പൊ പാകത്തിന് വെന്തിട്ടുണ്ട്. ലൈറ്റ് നമ്മളെ പയർ നല്ല സുന്ദരമായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ചിരകിയ തേങ്ങ ഇടുവാണ്. നല്ല ഫ്രഷ് തേങ്ങ. ഇതിനകത്ത് കുറച്ച് ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറുപയർ റെഡി. ചെറുപയർ തോരൻ. ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത കപ്പയാണ്. കപ്പ നമുക്ക് കുക്കറിൽ വയ്ക്കാം. മഞ്ഞളൊക്കെ ഇട്ട് വെച്ച കപ്പയാണ് കേട്ടോ. നമുക്കത് ഒന്ന് കുക്കറിൽ വയ്ക്കാം. നികക്കെ വെള്ളം കൂടെ വയ്ക്കാം കേട്ടോ. ഇരിക്കട്ടെ, വേഗട്ടെ കേട്ടോ. ഓക്കെ, മൂടിയേക്കാം. ഒറ്റ വിസിലേ. നമുക്ക് അതിനുള്ള അരപ്പ് കൂടെ ശരിയാക്കിയിട്ട് വരാം. വരും. കപ്പയ്ക്കുള്ള അരപ്പാണ്. ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു 3 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, ഒരു പിഞ്ച് ജീരകം. 2 പിഞ്ചായി പോയോ? ഇല്ലല്ലോ. ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. കപ്പയ്ക്കകത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് ഉണ്ട്. ഓക്കെ. ഇനി ഇത് അരച്ചിട്ട് കൊണ്ടുവരാം. ഓക്കെ. ഇതാ അത്യാവശ്യം നൈസായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം നൈസായിട്ട് അരച്ചെടുക്കുകയാണ്. കപ്പ വെന്തോട്ടെ. നമുക്കിതിട്ട് ശരിയാക്കാം. വെന്ത് കാണും. ആവശ്യത്തിന് വെന്തിട്ടുണ്ടേ. ഇത് ഇത്രയും വെള്ളം വേണ്ട. ഇച്ചിരി വെള്ളം നമുക്ക് കുറച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഊറ്റിക്കളയാൻ ഇത്തിരി ഊറ്റിക്കളയാം. ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പിടുവാണേ. ഒന്ന് അമർത്തി എടുക്കാം കേട്ടോ. കപ്പ നമ്മൾ ലൂസായിട്ട് ചെയ്യുന്നത് കഞ്ഞിക്ക് ഉപയോഗിക്കാം. കപ്പക്കറി പോലെ, തിരുവനന്തപുരത്തൊക്കെ പറയുന്ന പോലെ പൂളക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉടച്ചെടുക്കുക. ഇനി ഇതിനകത്ത് ഒരു തുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം. വാ, ഇതുകൊണ്ട് കറിവേപ്പില ഇട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി എത്തിക്കഴിഞ്ഞാൽ കറി സൂപ്പർ. ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. ലേശം ഉപ്പ് കുറവാട്ടോ. ലേശം ഉപ്പ് കുറവാണ്. ഇപ്പം നമ്മൾ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് ഇനി നമുക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാണ്ടല്ലോ. അടിപൊളി കപ്പക്കറി റെഡി. ഇനിയും കപ്പയും അങ്ങനെ ഓണത്തിൻ്റെ ക്ഷീണം നമ്മൾ മാറ്റുവാണ്. ഓക്കെ, ഒഴിക്കട്ടെ. കറി റെഡി. ഇനി നമുക്ക് കഞ്ഞി എടുക്കണം. കഞ്ഞി നമ്മുടെ തൈര് മുളകും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ചാപ്പാട് നോക്കാം. ശരി.
ആ മതിയല്ലോ ഉണ്ടല്ലേ നല്ല മതി 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 നല്ല ഓ തൈര് മുളക് ready. തൈര് മുളക് റെഡി. കഞ്ഞി നോക്കിയിട്ടില്ല, കഞ്ഞിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആഹാ പരുവത്തിന് കഞ്ഞി പാകമായിട്ടുണ്ട്, നല്ല പാകത്തിന് കുഴഞ്ഞ് കുടിക്കാൻ പാകത്തിന്. നല്ല മുട്ടയരിയുടെ കഞ്ഞി. കഞ്ഞിക്ക് എല്ലാം എടുത്ത് വെച്ചാലോ എന്നാ? ആ എന്നാ എടുത്ത് വെക്കാം. വിരാടൻ രുചിക്കളത്തിൻ്റെ ഓണം വിഭവ പരമ്പര നിങ്ങളൊക്കെ ആസ്വദിച്ച് കാണുമെന്നും ഓണം നന്നായിട്ട് ആഘോഷിച്ച് കാണുമെന്നും അറിയാം. ഞങ്ങൾ ഈ ഓണത്തിന് ശേഷമുള്ള ആ കിക്ക് ഒഴിവാക്കാനുള്ള സാധനങ്ങൾ ഞങ്ങൾ സാധാരണ ചെയ്യുന്നതാണ് ഈ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ പുതിയ കാഴ്ചക്കാർ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലേ ബംഗാളി? അതെ. അപ്പം ഓണത്തിന് ശേഷം നമ്മുടെ ക്ഷീണമൊക്കെ മാറാനും നമുക്കൊന്ന് റിഫ്രഷ് ആകാനുമുള്ള വിഭവങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. കഞ്ഞി, കപ്പ കറി, മോര് കറി, ചെറുപയർ തോരൻ, ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടി, ചുട്ടരച്ച ചമ്മന്തി, അച്ചാർ, തൈര് മുളക്. അപ്പോൾ വീണ്ടും അടുത്ത വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബംഗാളി നമസ്കാരം.